ഗേ ഡേറ്റിംഗ് ആപ്പിലൂടെ പരിചയപ്പെട്ട് പണം തട്ടുന്ന ഒരു സംഘം കാസർഗോഡും എത്തിയിരിക്കുന്നു എന്നുള്ളതാണ്. 4 മാസത്തിനിടെ 3 പേർക്ക് പണം നഷ്ടമായിട്ടുണ്ട്. ഈ ആപ്പിലൂടെ പരിചയപ്പെടുന്നവരുടെ നഗ്നചിത്രങ്ങൾ പകർത്തി ഇതുപയോഗിച്ച് ഭീഷണിപ്പെടുത്തിയാണ് പണം തട്ടുന്നത് എന്നുള്ളതാണ് ഈ തട്ടിപ്പിന്റെ രീതി. സാരംഗ് സുരേഷിന്റെ വിശദാംശങ്ങളുമായി. സാരംഗ്, ഈ ഡേറ്റിംഗ് ആപ്പ് വഴിയുള്ള തട്ടിപ്പുകൾ നമ്മൾ കേട്ടിട്ടുണ്ട്. പക്ഷേ ഇത്തരത്തിൽ എല്ലാ സംസ്ഥാനത്ത് ആകെ ഇത്തരത്തിലുള്ള തട്ടിപ്പുകൾ എന്ന് നമ്മൾ കേട്ടിരുന്നു. ഇപ്പോൾ കാസർഗോഡത്തെ വിഷയമാണ്. ഇപ്പോൾ 4 മാസത്തിനിടെ 3 കേസ് എന്ന് പറയുന്നത് ചെറിയൊരു കാര്യമല്ല. പോലീസ് എന്താണ് ഇതുമായി ബന്ധപ്പെട്ട് പറയുന്നത്? അനശ്വര, ഏതാനും ചില മാസങ്ങൾക്ക് മുൻപ് കാസർഗോഡ് നെല്ലിക്കൊന്ന് വെച്ച് വയോധികനായ ഒരാളുടെ ATM കാർഡ് തട്ടിയെടുത്ത് 1 ലക്ഷം രൂപ തട്ടിയെടുത്തു എന്നൊരു പരാതി ഉണ്ടായിരുന്നു. അതിനെ കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിലാണ് ഈ തട്ടിപ്പ് സംഘത്തെക്കുറിച്ചുള്ള സൂചനകൾ പോലീസിന് ലഭിക്കുന്നത്. പിന്നീട് അതിനെ കേന്ദ്രീകരിച്ച് നടത്തിയപ്പോഴാണ് സമാനമായ പല തട്ടിപ്പുകളും നടത്തിയതായും വലിയ തുക ഈ സംഘം തട്ടിയെടുത്തതായുള്ള വിവരങ്ങൾ പുറത്തു വരുന്നത്. എന്നാൽ മാനനഷ്ടം ഭയന്ന് ആളുകളാരും തന്നെ പരാതികൾ നൽകിയിരുന്നില്ല എന്നത് തന്നെയാണ് യാഥാർത്ഥ്യം. ആകെ ഒരൊറ്റ പരാതി മാത്രമേ ലഭിച്ചിട്ടുള്ളൂ. ആ പരാതി ലഭിച്ച ആളുടെ കയ്യിൽ നിന്ന് 9,000 രൂപയാണ് ഈ സംഘം തട്ടിയെടുത്തിട്ടുള്ളത്. ഇതിൽ പലരും ഈ തട്ടിപ്പ് സംഘത്തിന്റെ പലരും മുൻപും പല കാലങ്ങളിലായി ക്രിമിനൽ പശ്ചാത്തലമുള്ളവരാണ് എന്നുള്ള വിവരങ്ങൾ കൂടി പോലീസ് പുറത്തുവിടുന്നുണ്ട്. ഏതായാലും സ്വമേധയാ കേസെടുക്കാനുള്ള കാര്യത്തിൽ ഈ ഒരു അന്വേഷണവുമായി മുന്നോട്ടേക്ക് പോകാൻ തന്നെയാണ് പോലീസ് സംഘത്തിന്റെ തീരുമാനം. അതുമായി ബന്ധപ്പെട്ട് നിയമോപദേശം തേടിയിരിക്കുകയാണ് ജില്ലാ പോലീസ് മേധാവി. മാത്രമല്ല, ഇതിൽ ഇനിയും കൂടുതൽ ആളുകൾ തട്ടിപ്പിന്റെ ഇരയായിട്ടുണ്ടോ എന്നുള്ള കാര്യം കൂടി പരിശോധിക്കേണ്ടിയിരിക്കുന്നു. ഇവരുടെ ഒരു പൊതു രീതി എന്ന് പറയുന്നത് ഇത്തരത്തിൽ ഈ പങ്കാളികളെ കാണാനായി എത്തുന്ന ആളുകളെ നഗ്നരാക്കിയ ശേഷം ചിത്രങ്ങളെടുത്ത ശേഷം പിന്നീട് ഭീഷണിപ്പെടുത്തി പണം തട്ടിയെടുക്കുന്നതാണ് ഇവരുടെ ഒരു പൊതു രീതി. അനശ്വര. ശരി.